വിശദാംശങ്ങളിലേക്ക് പോകാം. കരമന അഖിൽ കൊലക്കേസിൽ മുഖ്യപ്രതി അപ്പു എന്ന അഖിൽ പിടിയിൽ. തമിഴ്നാട്ടിലെ വെള്ളിലോടിൽ നിന്നാണ് ഇയാളെ പിടിച്ചത്. ഗൂഢാലോചനയിൽ പങ്കുള്ള 3 പേരും പോലീസ് പിടിയിലായി. വിവരങ്ങൾ ഡി ബിനോയ് നൽകും. ബിനോയ്, അതിർത്തികൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുകയായിരുന്നു. ഊർജിതമായി പോലീസ് അന്വേഷണത്തിൽ ഇപ്പോൾ മുഖ്യപ്രതി പിടിയിലായിരിക്കുന്നുവെന്ന് വാർത്ത വന്നിരിക്കുന്നു. വിശദാംശങ്ങൾ എന്താണ്? ഫിജി, അതിദാരുണമായ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട കരമന സ്വദേശി തന്നെയാണ് ഈ അഖിൽ. ആ അഖിലിനെ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയിരിക്കുന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്കാണ് അഖിൽ എന്ന് പറഞ്ഞ 22-കാരനെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കിയ ശേഷം അഖിൽ എന്ന അപ്പുവും 3 പേരും അടങ്ങുന്ന സംഘം അതിദാരുണമായി കല്ലുകൊണ്ട് ഇടിച്ചും മരക്കഷ്ണങ്ങൾ കൊണ്ട് തലയടിച്ചു പൊട്ടിച്ചുമൊക്കെ കൊലപ്പെടുത്തിയത്. അതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഇതേ തുടർന്ന് പോലീസ് സംഘം 2 പിരിഞ്ഞുകൊണ്ട് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് മുഖ്യപ്രതികളിൽ ഒരാളായ അഖിൽ എന്നറിയപ്പെടുന്ന അപ്പുവിനെ തമിഴ്നാട്ടിലെ വെള്ളല്ലൂരിൽ നിന്നും പിടികൂടിയിരിക്കുന്നത്. ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്നലെ തന്നെ ലഭ്യമായിരുന്നു. കാരണം കൃത്യനിർവഹണത്തിന് ശേഷം പ്രതികളെല്ലാം വേറെ പിരിഞ്ഞു അല്ലെങ്കിൽ വെവ്വേറെ മാറി നിന്നുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ പോവുകയായിരുന്നു. കൂട്ടായല്ല ഇവർ ഒളിവിൽ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതികളെ കണ്ടെത്തുവാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്ന് പോലീസ് അന്വേഷണ സംഘം ഇന്നലെ പറഞ്ഞിരുന്നെങ്കിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിലെ കണ്ണികളായ കിരൺ കൃഷ്ണൻ, ഒപ്പം അരുൺ എന്നിവരെ ഇന്നലെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് അഖിൽ എന്ന അപ്പുവിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാക്കുന്നത്. ഇവരെല്ലാം തന്നെ കഴിഞ്ഞ കുറെ മാസങ്ങൾക്ക് മുമ്പ് അനന്തു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അതിദാരുണമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളാണ്. ഇതിൽ കിരൺ കൃഷ്ണൻ എന്ന ആളുമായിട്ടാണ് നേമത്തുള്ള ബാറിൽ വെച്ച് അതേ കൊല്ലപ്പെട്ട അഖിലുമായി തർക്കങ്ങളും ചെറിയ തോതിലുള്ള അടിപിടിയുമൊക്കെ ഉണ്ടാകുന്നു. അന്ന് തന്നെ ഈ കിരൺ കൃഷ്ണൻ എന്ന് പറയുന്ന പ്രതി ഈ അഖിലിനെ വെല്ലുവിളിച്ചിരുന്നു. വരും ദിവസങ്ങളിൽ കാണിച്ചു തരാമെന്ന തരത്തിലൊക്കെ വലിയ തരത്തിലുള്ള വെല്ലുവിളി ഉയർത്തിരുന്നു. അതിനുശേഷം ദിവസങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ വെള്ളിയാഴ്ച ഈ സംഘം നേരത്തെ തന്നെ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായി ഈ 3-അംഗ സംഘം എത്തുകയും വീട്ടിൽ നിന്ന് വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയും അതിദാരുണമായി കൊലപ്പെടുത്തുകയും ചെയ്ത് കൊല നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ പ്രതികൾ തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെട്ടു എന്നുള്ള വിവരമാണ് പോലീസിന് ലഭ്യമായത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തി. എന്നാൽ ഗൂഢാലോചനയിൽ പങ്കാളികളായ 3 പേർ, അതായത് കൃത്യനിർവഹണത്തിൽ ഇവരില്ലായിരുന്നു. ഇവർ 3 പേരെ ഇന്നലെ തന്നെ കസ്റ്റഡിയിലെടുത്തു. ഇവരെ ചോദ്യം ചെയ്ത് വരുന്നതിനൊടുവിലാണ് അഖിലിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാവുകയും അഖിലിനെ തമിഴ്നാട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതിൽ മറ്റൊരു കാര്യമുള്ളത്, ഇത്തരത്തിൽ ഈ സംഘത്തിന് മയക്കുമരുന്ന് മാഫിയുമായി വലിയ ബന്ധമുണ്ട്. നേരത്തെ അനന്തു വധക്കേസുമായി ബന്ധപ്പെട്ട ഇവർ റിമാൻഡിലായിരുന്നു. 65 ദിവസം പിന്നിട്ടതിനു ശേഷം ഇവർ പുറത്തേക്ക് വരികയും ചെയ്തു. ഇവർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന മയക്കുമരുന്ന് മാഫിയയുമായി അല്ലെങ്കിൽ ഈ മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട സംഘങ്ങളെക്കുറിച്ചുമൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വലിയ തരത്തിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചു വരുന്നത്. ഫിജി, ബിനോയ്, ഒരു സംശയം. ഇപ്പോൾ നമ്മൾക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് 2-3 പേർ അഖിലിനെ ആക്രമിക്കുന്നതും കൊലപ്പെടുത്തുന്നതുമാണ്. ഈ അപ്പു എന്നയാൾ എങ്ങനെ മുഖ്യപ്രതിയാകുന്നു? എന്താണ് അദ്ദേഹത്തിന്റെ കൂടുതലുള്ള പങ്കാളിത്തം? അതിലെ 3 പേരിൽ മധ്യഭാഗത്തായി രണ്ടാമതായി കാണുന്ന ആൾ, അതായത് നീല ഷർട്ടല്ല, മറ്റൊരു 2 വെള്ള ഷർട്ടിൽ അതിൽ ഉയരം കൂടിയ ആളാണ് അഖിൽ എന്ന് പറയുന്ന അപ്പു. അയാളാണ് പുറത്തു നിന്നൊരു വലിയ പാറക്കല്ല് അല്ലെങ്കിൽ ഒരു കരിങ്കല്ല് കൊണ്ടുവന്ന് ദേഹത്തേക്ക് ആദ്യം എറിയുന്നതും തലയ്ക്ക് എറിയുന്നതുമൊക്കെ അയാളായിരുന്നു. ഈ സംഭവം നടക്കുന്നതിന് മുമ്പ്, അതായത് ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഈ സംഘം, അതായത് ഇപ്പോൾ നേരത്തെ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് പറയുന്ന അരുൺ, കിരൺ കൃഷ്ണൻ, എന്നിവരും ഈ പ്രതികളും ചേർന്ന് വലിയ തരത്തിൽ ഗൂഢാലോചന നടത്തിയിരുന്നു. ഈ കൊല്ലപ്പെട്ട അഖിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കൈക്ക് പരിക്കേറ്റതിനെ തുടർന്ന് വീട്ടിൽ തന്നെയായിരുന്നു. ഇയാളൊരു പെറ്റ് ഷോപ്പ് നടത്തുന്ന ആളായിരുന്നു. ഈ ഗൂഢാലോചനയ്ക്കൊടുവിൽ ഈ 3-അംഗ സംഘം അഖിലിന്റെ വീട്ടിലേക്ക് വരികയും അഖിലിനെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയും പിന്നീട് അതിദാരുണമായി കൊലപ്പെടുത്തുകയുമാണ് ചെയ്തത്. ഇതിൽ നിന്ന് പോലീസ് പറയുന്നത്, ഇത്തരം ഒരു കൊല നടത്തുന്നതിന് വേണ്ടി ഇവർ നേരത്തെ തന്നെ വലിയ തരത്തിലുള്ള ഒരു ഗൂഢാലോചന നടത്തിയിരുന്നു. ആ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് 3 പേരെ ഈ സംഘം കൊല നടത്തുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും ആ 3-അംഗ സംഘമാണ് കൊല നടത്തുകയും ചെയ്തത്. ഇവർക്ക് സഞ്ചരിക്കുന്നതിന് വേണ്ടി കാർ തരപ്പെടുത്തി കൊടുത്ത അനീഷ് എന്ന ഒരാളിനെ കഴിഞ്ഞ ദിവസം തന്നെ കസ്റ്റഡി എടുക്കുകയും അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആസൂത്രണം ഈ കൊലയ്ക്ക് പിന്നിൽ നടന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവ് പോലീസിന് ലഭ്യമായി. ഏകദേശം ഒരു 8-അംഗ സംഘമാണ് ഈ കൊലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. കൂടുതൽ പേര് ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ
ഇന്നോവ കാർ തരപ്പെടുത്തി ആ കാറിനകത്താണ് പ്രതികൾ അനീഷ് തരപ്പെടുത്തി കൊടുത്ത ഇന്നോവ കാറിനകത്താണ് ഇവർ ഈ കൃത്യനിർവഹണത്തിനായി എത്തുകയും കൃത്യനിർവഹണം നടത്തിയ ശേഷം മടങ്ങിപ്പോവുകയും ചെയ്തത്. ഇതിൽ നിന്ന് പോലീസ് കണ്ടെത്തിയ ഒരു പ്രധാന വിവരം ഈ കൊലപാതകം ചെയ്തതിന് ശേഷം ഇവർ 3 പേരും വേറെ വേറെ വഴിയിലേക്ക് പിരിഞ്ഞു ഒറ്റക്കെട്ടായല്ല ഒരു ഒളിവിലേക്ക് പോയത് മൂന്ന് സ്ഥലത്തേക്ക് ഒളിവിലേക്ക് പോവുകയായിരുന്നു. അതാണ് പോലീസിനെ അല്പം ഒന്ന് കുഴപ്പത്തിലാക്കിയത്. പിന്നീട് ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞ് അറസ്റ്റിലായ കിരൺ കൃഷ്ണനെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് തമിഴ്നാട്ടിലേക്ക് കടന്നു എന്നുള്ള വിവരങ്ങൾ ലഭ്യമായതും തുടർന്ന് തമിഴ്നാട്ടിലേക്ക് പോലീസ് സംഘം എത്തുകയും ഇവരെ പിടികൂടുകയും ചെയ്തത്. ശരി ബിനോയ്.